ഹലോ സിജിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് പഴയ വസ്തുക്കളൊക്കെ കുന്നുകൂടിയൊക്കെ കിടക്കാറുണ്ട്. ഈ വസ്തുക്കളൊക്കെ നമ്മൾ എടുത്ത് ഒന്ന് ചെത്തിമിനിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡോറൊക്കെ അടിപൊളിയാക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാൻസവേരിയ പ്ലാന്റ് അഥവാ സ്നേക്ക് പ്ലാന്റ് ആണ്. നമുക്കറിയാം സാൻസവേരിയ പ്ലാന്റ് പല പല കാറ്റഗറി ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാധാ നാടൻ സ്നേക്ക് പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഞാനിവിടെ പഴയ ഒരു കാസറോളും അതേപോലെ നമ്മുടെ മിക്സിയുടെ ഒരു പഴയ ഒരു ജ്യൂസറിൻ്റെ ഒരു പാർട്ടുമാണ് എടുക്കുന്നത്. മൊത്തവും അഴുക്കൊക്കെ പിടിച്ച് കളയാറായി ആക്രക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണിത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ അടപ്പിനെ നമുക്ക് എടുത്ത് ആക്രക്കി തന്നെ കൊടുത്തേക്ക്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. എല്ലാം നമ്മൾ വേസ്റ്റാക്കി വലിച്ചെറിയുകയാണെങ്കിൽ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമാണ്. അപ്പോൾ പലതിനെയും നമുക്ക് വീണ്ടും പല വിധേനയും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, നല്ല പുതുപുത്തൻ പോലെ ആയിട്ടുണ്ട് ഈ പാത്രം. ഇനി നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാന്റ് കളക്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കെയറും ഇല്ലാതെ തന്നെ ഈ പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാം. ഇതൊരു നാടൻ വെറൈറ്റിയാണ്, എല്ലാ സ്ഥലത്തും ഒക്കെ കാണുന്ന വെറൈറ്റിയാണ്. പക്ഷേ സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ പുതിയതായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസും അതേപോലെ കേളി ഫോമും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നല്ല വിലയുമുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരു വിലയും ഇല്ലാതെ ഒരു പൈസയും ഇല്ലാതെ നമുക്ക് റോഡിൻ്റെ സൈഡിലോ പറമ്പിലോ ഒക്കെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേതെങ്കിലും ചെറുത് നോക്കി നമ്മൾ 1-2 എണ്ണം കളക്ട് ചെയ്തെടുക്കുക. അതേപോലെ ഇതിൻ്റെ നല്ല നീളമുള്ള സൈസിലുള്ളതുമുണ്ട്. ഇത് ഒട്ടും തന്നെ റേറ്റില്ലാത്ത പ്ലാന്റാണ്. നമ്മുടെ പോണ വഴിയിലും സൈഡിലും പറമ്പിലും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ച് നമുക്ക് ഒരു പൈസയും കൊടുക്കാതെ ഈ ഒരു പ്ലാന്റ് വെച്ച് എങ്ങനെ നല്ല അടിപൊളി ഒരു ഇൻഡോർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഈ സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ വലിയ നീളമുള്ള ടൈപ്പിലുള്ളതുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി നീളമില്ലാത്തത് നോക്കി 2-3 എണ്ണം സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഇൻഡോറാക്കി സെറ്റ് ചെയ്യാൻ ഒത്തിരി കാശൊക്കെ കൊടുത്ത് പ്ലാന്റ് വാങ്ങാൻ സാധിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇൻഡോറാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിനൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള വേസ്റ്റായി പോണ സാധനങ്ങളൊക്കെ വെച്ച് വളരെ കുറച്ച് റേറ്റിൽ തന്നെ വളരെ കുറച്ച് പൈസ ചിലവാക്കിയാൽ തന്നെ വളരെ മിതമായ റേറ്റിൽ വളരെ ഐഡിയപരമായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വലിയ സാൻസവേരിയ പ്ലാന്റിൻ്റെ 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2-3 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണം പുഴുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പോഷ് വീടുകളിലൊക്കെ ഇൻഡോറൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്ത ഭംഗിയുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ വീട് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എങ്ങനെയായാലും അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് ആ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് അടിപൊളിയായിട്ട് ഒരു പ്ലാന്റ്. അതിനിപ്പോൾ വീട് വലുതാവണം വീട് ചെറുതാവണം അങ്ങനെയൊന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കും നല്ല അടിപൊളിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതാ വേറൊരു തരത്തിലുള്ള ഒരു സാൻസവേരിയാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പുഴുതെടുക്കാം. അപ്പോൾ ഈ 3 തരത്തിലുള്ള സാൻസവേരിയ പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി നമുക്ക് പിഴുതെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മണ്ണും ചെളിയും അഴുക്കും ഒന്നും പാടില്ലല്ലോ. ഇത് നമ്മൾ മണ്ണിൽ നിന്നൊക്കെ പുഴുതെടുത്തതല്ലേ. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകി ഇതിൻ്റെ വേരിലും അതേപോലെ ഇതിൻ്റെ ലീഫിലും ഒക്കെയുള്ള അഴുക്കും മണ്ണും ചെളിയും ഒക്കെ നന്നായിട്ട് കഴുകി എല്ലാം നമ്മളിതാ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ. ഈ ചെടി തന്നെ വേണമെന്നൊന്നുമില്ല, വെള്ളത്തിലോ അല്ലെങ്കിൽ അത്രയ്ക്കും വെള്ളം ആവശ്യമില്ലാത്ത ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ പ്ലാന്റ് എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് എടുത്ത് നമുക്കിതുപോലെ പഴയ വസ്തുക്കളൊക്കെ അടിപൊളിയാക്കി ഇൻഡോറാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബേബി ഗ്രാവലാണ്. ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇടുന്ന ബേബി ചിപ്സ് ഇല്ലേ, അതാണ്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ചിലവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. കാരണം അതിൽ ചെളിയും അഴുക്കും ഒന്നും കാണരുത്. നമ്മൾ അകത്തൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ചെളിയും അഴുക്കൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് 3-4 വെള്ളത്തിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇന്നും കൂടി നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഈ ബേബി ചിപ്സിനെ നമ്മളൊരു 4-5 വെള്ളത്തിലൊക്കെ കഴുകി അതിൻ്റെ ചെളിയും അഴുക്കും ഒക്കെ മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല
വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന കാസറോളിലോട്ടും അതേപോലെ ആ ജ്യൂസറിൻ്റെ ബാറ്റിലോട്ടുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഈ ജ്യൂസറിനെ നമ്മൾ ഈ കാസറോളിൻ്റെ ഒരു കോർണറിലായിട്ട് വെച്ചിട്ട് അതിലോട്ട് ഈ ബേബി ചിപ്സ് കുറേച്ചിട്ട് കൊടുക്കുക. ഈ ജ്യൂസറിലോട്ടും അതേപോലെ തന്നെ ഈ കാസറോളിലോട്ടും നമ്മൾ കുറേച്ച് ഈ ബേബി ചിപ്സിനെ ഇട്ട് കൊടുക്കണം. അങ്ങ് മുകളറ്റം വരെ ഇടേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഈ ബേബി ചിപ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പ്ലാന്റ് ഓരോന്നും നട്ടു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ ബേബി ചിപ്സ് ഇല്ല, പകരം നമ്മുടെ കയ്യിൽ ഉള്ളത് സാധാ നമ്മുടെ ആറ്റിൻ്റെ അവിടുത്തെ ഗ്രാവലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഉരുളൻ കല്ലുകളോ ഒക്കെ ആണെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി അതല്ല നമ്മുടെ കയ്യിലുള്ള നല്ല പെബിൾസുകളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഈ അടിഭാഗത്തായി ഈ ബേബി ചിപ്സ് ഇട്ടിട്ട് ടോപ്പിലായിട്ട് നമുക്ക് പെബിൾസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കുറച്ച് പെബിൾസ് മതി നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താഴെ ബേബി ചിപ്സ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്ലാന്റിന് ഏറ്റവും ലോങ് ആയിട്ടുള്ള നമ്മളെ സാൻസവേരിയ പ്ലാന്റിനെ ഈ സെൻറ്ററിലുള്ള ഈ ജ്യൂസ് പാർട്ടിലോട്ട് നമ്മൾക്ക് നട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് നട്ട് ഉറപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഈ പെബിൾസ്, നല്ല വൈറ്റ് പളങ്ക് പോലെ ഇരിക്കുന്ന പെബിൾസ് കൂടി ഇട്ട് കൊടുക്കാം. 2 or 3 സാൻസവേരിയ പ്ലാന്റുകൾ നമുക്കിതിൽ ഉറപ്പിക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ ഇതൊരു സൈഡ് കൊണ്ട് ചിലപ്പോൾ മറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി ഹൈറ്റ് കൂടിയത് എടുക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളത് എടുത്തതിന് ശേഷം ഇതിൽ ഉറപ്പിച്ചിട്ട് ഇതുപോലെ നല്ല വെള്ളാരം കല്ലുകൾ പോലെയുള്ള നമ്മുടെ പെബിൾസുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ വൈറ്റ് പെബിൾസിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ വേറെ പെബിൾസൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെക്കാട്ടിയും ഭംഗി ഈ ഒരു വൈറ്റ് പെബിൾസിന് തന്നെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐഡിയപരമായിട്ട് വൈറ്റ് പെബിൾസോ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെബിൾസോ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വൈറ്റ് പെബിൾസ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വലിയ 2 ഉരുളൻ കല്ലുകൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ചെറിയ ഹൈറ്റ് വെക്കാത്ത തരത്തിലുള്ള സാൻസവേരിയ പ്ലാന്റ്, അപ്പോൾ അതിലെ ഈ ഡാമേജ് ആയിട്ടുള്ള ലീഫുകളെയൊക്കെ ഇതുപോലുള്ള ലീഫുകളെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതേപോലെ തന്നെ ഇത്രയും ലോങ് ആയിട്ടുള്ള റൂട്ടും നമുക്ക് വേണ്ട. അപ്പോൾ ആ റൂട്ടും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഡാമേജ് ആയിട്ടുള്ള ലീഫിനെയും ഒക്കെ മാറ്റിയതിന് ശേഷം അതിനെയും നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സ്നേക്ക് പ്ലാന്റുകൾ ഒരു പീസ് മതി. ഒരു ലീഫിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി പീസുകളായിട്ട് കട്ട് ചെയ്തും നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് വെള്ളത്തിലിട്ടാലും വളരുന്ന ചെടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ കൊണ്ട് കളഞ്ഞാലും വളരുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ് അഥവാ സാൻസവേരിയ പ്ലാന്റുകൾ. അപ്പോൾ ഇത് മറ്റേ ഒരു വെരിഗേഷൻസോ ഒന്നുമില്ലാത്ത നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള സാൻസവേരിയ പ്ലാന്റ് ആണ്. അതിനെ നമുക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ മറ്റേ രണ്ടാമതായിട്ടുള്ള ആ പ്ലാന്റ് കൂടി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനും നമുക്ക് ഇത്രയും റൂട്ടിൻ്റെ ആവശ്യമില്ല. അതിനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി നമുക്കൊന്ന് സെറ്റ് ആക്കി ഈ റൈറ്റ് സൈഡിലായിട്ട് അതും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന കുറച്ച് പെബിൾസുകൾ, വൈറ്റ് പെബിൾസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഈ താഴെയുള്ള ഈ ഗ്രാവൽസ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് പെബിൾസുകൾ ഇതിൻ്റെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ വൈറ്റ് പെബിൾസ് ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി, അത് നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ മണൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എംസാൻഡ് ആണുള്ളത്, എന്ത് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം, അത് വെച്ച് നട്ടാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി പെബിൾസൊക്കെ വെച്ച് ബാക്കിയും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കാൻ നല്ല അടിപൊളിയാക്കി നമ്മുടെ വീടിൻ്റെ ഉൾവശത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡിയായ ഒരു ഇൻഡോർ പ്ലാന്റ് അറേഞ്ച് ആയി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇൻഡോർ പ്ലാന്റ് ഒക്കെ വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വളർത്തണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ് ഒക്കെ നല്ല റേറ്റ് കൊടുത്തൊക്കെ വാങ്ങാൻ സാധിക്കണമെന്നും ഇല്ല. കാരണം എല്ലാവരെയും ഒത്തിരി കാശുണ്ടാവണമെന്നുമില്ല. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ തന്നെ വീട്ടിൽ വെറുതെ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്ത് ഒരു പ്ലാന്റൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? അപ്പോൾ വെറുതെ ഒരു വേസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ആക്രിയായിട്ട് ആക്രിക്കടയിൽ എത്തേണ്ടിരുന്ന ഒരു കാസറോളും ഒരു ജ്യൂസിൻ്റെ ഒരു പാട്ടും ഇത്രയും നല്ല മനോഹരമായിട്ട് സെറ്റാക്കി എടുത്തൊരു ഇൻഡോർ പ്ലാന്റ് ആയി തീരുമെന്ന് നമ്മൾ വിചാരിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായി നമ്മുടെ വീട്ടിലുള്ള പല വേസ്റ്റുകളെയും നമുക്ക് നല്ല അടിപൊളിയായിട്ട് റീയൂസ്ഡ് കണ്ടന്റ് ആക്കി മാറ്റാൻ സാധിക്കും. ഇതുപോലുള്ള ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻ്റായി എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.